ഇവിടെ ഞാൻ ഈ കേരളത്തിലെ 14 ജില്ലകളിലും യാത്ര ചെയ്യും. ഈ പറയുന്നതൊക്കെ മറ്റു ജില്ലകളിൽ എങ്ങനെയാണ്? കേന്ദ്ര സർക്കാരിന്റെ 3 വർഷം നീണ്ടു നിന്നിരിക്കുന്ന ആരോഗ്യ രംഗത്തെ ഉൾച്ചേർക്കലുമായി ബന്ധപ്പെട്ട് പഠനത്തിന്റെ ഭാഗമായിട്ട് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയും ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് ഏജൻസികളുമായിട്ട് ബന്ധപ്പെട്ട സംഘടനയുടെ അതിന്റെ ഒരു പഠനത്തിലായിരുന്നു ഞാൻ. നമ്മൾ 960 പഞ്ചായത്തുകളിലെ കൃത്യമായ വിവരം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഒരു 2 ആഴ്ച സമയം കൊണ്ട് ഈ മുഴുവൻ പഞ്ചായത്തുകളിലെയും എത്ര പേര് എവിടെ താമസിക്കുന്നു, ഏത് അവസ്ഥയിൽ താമസിക്കുന്നു, അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ എന്താണെന്നുള്ളതിനെ പറ്റിയുള്ള പഠനം ബന്ധപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാരും ചില ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട് കഴിഞ്ഞ് ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ. കാരണം ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത്ര സങ്കീർണമേ അല്ല സാർ, അത് ഉറപ്പായിട്ട് സങ്കീർണമല്ല. കാരണം ഞങ്ങൾ അത് ഈ പാലക്കാട് ജില്ലയിലെ ഒരു പ്രത്യേക വാർഡിലെ ഒരു വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം 1210 തൊഴിലാളികളുടെ ഒരു കണക്ക് തന്നു. അത് 90% ആക്യുറസി ഉണ്ട് അതിന്. ഈ 90% ആക്യുറസിയോട് പറയുന്ന ഈ കണക്കെന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ആവർത്തിക്കാവുന്നതേ ഉള്ളൂ. അത് ഞങ്ങൾ അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു അല്ല, ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ ഈ പറഞ്ഞതുപോലെ കുടിയേറ്റം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞൊരു 30-40 കൊല്ലമായിട്ട് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള കുടിയേറ്റ മാറ്റങ്ങൾ നടക്കുന്നു. 1/3 ജനങ്ങൾ കുടിയേറ്റക്കാരായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പൊ നമ്മുടെ വലിയൊരു മാറ്റം വരുന്നു. അതിനെ സമഗ്രമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സംവിധാനം നമുക്കിപ്പോൾ ഇല്ല. ഇപ്പോൾ കേരള ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു കേരളത്തിലെ തൊഴിൽ മന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറീസ, ബംഗാൾ, ആസാം, ബീഹാർ, ജാർഖണ്ഡ് ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് ലേബർ അംബാസഡർമാരാണ് നമുക്ക് വേണ്ടത്. അതായത് ഇദ്ദേഹത്തെ പോലെ, അതായത് ഇദ്ദേഹത്തിൻ്റെ പല ഒരു സഹപ്രവർത്തക എൻ്റെ കൂടെ ജോലി ചെയ്തതാണ്. അവർക്കൊക്കെ അസാമാന്യമായിട്ടുള്ള സാമൂഹിക ബോധവും കേരളത്തെ പറ്റി നല്ല വിവരവും 2-3 ഭാഷകളിലുള്ള പ്രാവീണ്യമുള്ള ആളുകളെ ഈ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അംബാസഡർ എന്ന് ഞങ്ങൾ പറഞ്ഞൊരു വാക്കാണ്. അത്തരത്തിലുള്ള കണക്റ്റിംഗ് ലിങ്ക് ആക്കുക എന്നുള്ളതാണ്. ശ്രീജിത്ത് പറഞ്ഞതിനോട് പരിപൂർണമായിട്ട് ഞാൻ യോജിക്കുകയാണ്. കാരണം ഞാൻ 17 വർഷം ഡൽഹിയിൽ താമസിച്ച ഒരാളാണ്. ഈ അവസ്ഥയിൽ ഞാൻ തന്നെ ഡൽഹിയിലെ മുസ്ലിങ്ങളും ദളിതരുമായിട്ടുള്ള ചേരി പ്രദേശങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗവേഷണം ഏതാണ്ട് 10 വർഷത്തോളം നടത്തിയ ഒരാളാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്, ബംഗ്ലാദേശികളായിട്ട് മുദ്ര കുത്തപ്പെട്ട് അതിർത്തി കടക്കപ്പെടുകയും 18ഓളം ആളുകൾ കൊല്ലപ്പെടുകയും ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഡൽഹിയിലെ ഒരു കൂട്ടം ആളുകൾ കൂടി സിറ്റിസൺസ് കമ്മിറ്റി ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ഡെമോക്രസി എന്നൊരു സംഭവം ഉണ്ടാക്കുന്നത്. എന്താണ് ഇവിടെ സംഭവിക്കുക? ഒരു സാമാന്യ മനുഷ്യൻ്റെ ജീവിതത്തിന് യാതൊരു വിലയുമില്ലാത്ത രീതിയിൽ ഒരു തൊഴിൽ ശരീരം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഉപേക്ഷിക്കുക. ആ തൊഴിലുടമകൾ ഉപേക്ഷിച്ച് വളരെ ശക്തമായിട്ട് ഞാൻ പറയുന്നു, തൊഴിലുടമകളുടെ പെരുമാറ്റം വളരെ കൃത്യമായിട്ടും അങ്ങേയറ്റത്തെ ചൂഷണവും അതുപോലെ തന്നെ ഞാൻ എല്ലാ ആളുകളെയും അല്ല. അവസാനമായിട്ട് ഞാനൊരു കാര്യം പറയാം. ഈ വിജിലാൻറ്റിസം എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തത്തിനെ മറികടന്നുകൊണ്ട് ആളുകളെ കായികമായി നേരിടുന്ന തെരുവ് യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു രീതി വളരെ തെറ്റാണ്. കഴിഞ്ഞ 2018 മുതൽ ഡ്രീം എന്ന ഒരു സംഘടന ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ മൊട്ടാകെ. പ്രത്യേകിച്ച് ഡ്രഗ്സിലുള്ള ചെറുപ്പക്കാരും കുട്ടികൾക്കും അവർക്കൊക്കെ കൗൺസിലിംഗ് കൊടുക്കുക, അവർക്കുള്ള അവയർനെസ് കൊടുക്കുക, ഇങ്ങനെ വിവിധ ഭാഗങ്ങളായിട്ട് കഴിഞ്ഞ 8 വർഷത്തോളം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന്. പല ആൾക്കാരും അവിടെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോഴാണെങ്കിൽ പോലും അതിനകത്ത് വളരെ അപൂർവം മാത്രമേ അതിഥി തൊഴിലാളി വരുന്നുള്ളൂ. പക്ഷേ കൂടുതൽ തന്നെ നമ്മുടെ ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഒരുപാട് ആൾക്കാർ നമ്മളിങ്ങനെ മുദ്ര കുത്തിക്കൊണ്ട് മാറ്റി നിർത്തുകയുള്ള ചെയ്യേണ്ടത്. പക്ഷെ മറിച്ച് അവർക്ക് നമ്മൾ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്. ഇഷ്യൂ ഉണ്ടായിരിക്കാം, പക്ഷെ അവരേക്ക് മാറ്റിക്കൊണ്ട് അവർക്കൊരു അവയർനെസ്സും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് അവരെയും നമ്മുടെയൊക്കെ പൊതുസമൂഹത്തിലേക്ക് ചേർത്ത് നിർത്തിയാൽ ഒരുപക്ഷെ നമ്മുടെ സമൂഹം ബെറ്ററാവുമെന്ന് എനിക്ക് തോന്നുന്നു. യാതൊരു രീതിയിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെയധികം മലിനീകരമായ രീതിയിലാണ് പെരുമ്പാവൂർ ആ മുനിസിപ്പാലിറ്റി മുതൽ പാത്തിപ്പാലം വരെ ഉള്ള കുറെ സ്ഥലങ്ങളിൽ ഈ അതിഥി തൊഴിലാളികൾ പെരുമാറുന്നത് മുഴുവനും. പക്ഷെ അവിടെ നമ്മുടെ അന്തരീക്ഷം പെരുമ്പാവൂരെ ആകെ മാറി. ഇതിനെ തിരിച്ചെടുക്കാൻ പെരുമ്പാവൂർ തന്നെ. ഞാൻ പെരുമ്പാവൂരുകാരി തന്നെയാണ്. ഞങ്ങള് കുറെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്തുവാ ഇവിടെ ഓരോ സ്ഥലങ്ങളിൽ നിന്നിട്ട് മലമൂത്ര വിസർജനങ്ങൾ ചെയ്യുക, പിന്നെ ഛർദ്ദിച്ചിടുക. നേരെ പെരിയാറിലേക്ക് പോകണം. പെരുമ്പാവൂരിലുള്ള സകല മാലിന്യങ്ങളും ഈ പറയുന്ന ബംഗാൾ കോളനിയിൽ 5000 പേര് താമസിക്കുന്ന ബാത്റൂം വേസ്റ്റ് പോലും എല്ലാം തുറന്നു വിടുന്നത് അതിന്റെ ഫ്രണ്ടിൽ കൂടെ ഒരു തോടുണ്ട്. ആ തോട് നേരെ ചെന്ന് ചേർന്ന പെരിയാറിലേക്കാ. പെരിയാറിൽ ഇത് ചെന്ന് ചേർന്ന അവിടെ തന്നെയാണ് ലിഫ്റ്റ് ഇറിഗേഷന്റെ വെള്ളം അടിച്ച് 5-6 വാർഡുകളിലേക്ക് ആ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അത് ഈ തൊഴിലാളികളെ കുറ്റം പറയാൻ പറ്റുമോ? തൊഴിലുടമകൾ അതിനുള്ള സംവിധാനം ചെയ്തു കൊടുക്കണം. തൊഴിലുടമകളല്ല, ബിൽഡിംഗ് ഉടമകള്, താമസിപ്പിക്കുന്ന ബിൽഡിംഗ് ഉടമകളാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.